ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു വൈൻ ഉണ്ടാക്കുന്നത് കണ്ടാലോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വൈൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതായിരുന്നല്ലേ. നമുക്കിപ്രാവശ്യം 3 ദിവസം കൊണ്ടൊരു വൈൻ ഉണ്ടാക്കാം കേട്ടോ. ആദ്യം കുക്കറിലോട്ട് ജ്യൂസ് മുന്തിരിയാണ് ഇടുന്നത് കേട്ടോ. 1 കിലോ ജ്യൂസ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര 750 ഗ്രാം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ പട്ട 2-3 പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പു 10-12 പീസും ഏലയ്ക്ക് 8-10 പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. ഒന്ന് കലക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് ആട്ടോ നിങ്ങൾ 5 മിനിറ്റാണ് നിങ്ങൾ തിളപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. 5 മിനിറ്റ്. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ പറയണേ. പിന്നെ നിങ്ങൾ രാവിലെയാണ് തിളപ്പിക്കുന്നതെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ എടുക്കണേ. എന്നിട്ട് ഈസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ചൂട് മാറിയതിന് ശേഷമാണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല രീതിക്ക് ചൂടില്ലാത്ത തണുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം 1 പിടി ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഗോതമ്പാണ് ഇടുന്നത്. 1 പിടി ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സ്പൂൺ എടുക്കുന്നുണ്ട്. സ്പൂൺ എടുത്തിട്ട് അത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കലക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കലക്കിയതിന് ശേഷം അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കാട്ട് കൂടുതൽ ദിവസം എടുക്കാം. 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ വീര്യം കിട്ടും കേട്ടോ. കറക്റ്റ് വീര്യം ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ദിവസം വെച്ചേക്കാം. ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ അരിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്ന് കഴിഞ്ഞ വീഡിയോയിൽ അരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നോക്കി അങ്ങ് ചെയ്താൽ മതി. ഇത് അരിച്ചതിന് ശേഷം ഇതാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ്സില്ല 2 ഗ്ലാസ്സിലോട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഗ്ലാസ്സിൽ നമ്മൾ ഇത്രയും വെച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഗ്ലാസ് ഒഴിക്കുമ്പോൾ നമുക്ക് ഗ്ലാസ്സിലല്ലാത്ത നല്ല കളറുണ്ടല്ലേ. ഇത് കാണാൻ നല്ല രസമില്ല. നല്ല കളറുണ്ട്. നല്ല രീതിക്ക് കളറുണ്ട്. പിന്നെ അത് കുടിച്ച് നോക്കിയിട്ട് പറയണേ. ഇത്രയും മധുരം കറക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടെ മധുരം ചേർത്താൽ മതി. ഇത് കറക്റ്റാണ്. മധുരം കുറച്ചുകൂടെ ചേർക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. 750 ഗ്രാം പഞ്ചസാര മതി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കുറച്ച് അധികം നല്ല രീതിക്ക് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് കറക്റ്റ് അളവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വീര്യം എനിക്ക് തോന്നി കേട്ടോ. നേരത്തെ വൈനില്ലേ അതിനെക്കാട്ടി വീര്യം തോന്നിയേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ദിവസം വെച്ച് കുറച്ചുകൂടെ വീര്യം കൂടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുപ്പിയിലൊക്കെ ആക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം, പുറത്തും വെക്കാം കേട്ടോ. സൂക്ഷിച്ച് വെക്കാമേ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മറ്റേ വൈൻ ഈസിയാണ്, ഇതും ഈസിയാണ്. അപ്പോൾ ഗുഡ് ബൈ. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ.